നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് മികച്ച യാത്രാ അനുഭവം നൽകുന്ന ദുബായിലെ എമിറേറ്റ്സ് എയർലൈൻസ് അടിമുടി മാറുകയാണ്. $2 ബില്യൺ ചെലവിട്ടാണ് 120 വിമാനങ്ങളുടെ ഉൾവശം എമിറേറ്റ്സ് പരിഷ്കരിക്കുന്നത്. ആഡംബര സൗകര്യങ്ങൾക്ക് പേരുകേട്ട എമിറേറ്റ്സ് വിമാനങ്ങൾ ഉപഭോക്താക്കൾക്ക് മികച്ച യാത്രാ അനുഭവം സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വൻതുക ചിലവിട്ട് വിമാനങ്ങളുടെ ഉൾവശവും സീറ്റിംഗും പരിഷ്കരിക്കുന്നത്. പ്രതിസന്ധി കാലത്ത് ചെലവ് ചുരുക്കാനാണ് വിമാന കമ്പനികൾ ശ്രമിക്കുന്നതെങ്കിലും തങ്ങൾ മികച്ച യാത്രാ അനുഭവം നൽകുന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് എമിറേറ്റ്സ് പ്രസിഡന്റ് സർ ടിം ക്ലാർക്ക് പറഞ്ഞു. വിമാനങ്ങളുടെ ഇന്റീരിയർ പാനൽ മുതൽ ഫ്ലോറിംഗ് വരെ പരിഷ്കരിക്കും. എമിറേറ്റ്സ് വിമാനങ്ങളുടെ ഉൾവശവും ഇരിപ്പിടവും കൂടുതൽ മെച്ചപ്പെടുത്തും. വിമാനത്തിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ മെനു പോലും പരിഷ്കരിക്കുകയാണ്. ഫസ്റ്റ് ക്ലാസ് യാത്രയ്ക്ക് സിനിമ ആസ്വദിക്കുന്നതിനൊപ്പം സിനിമാ തിയേറ്ററിലെ ഭക്ഷണ മെനുവും ആസ്വദിക്കാൻ യാത്രക്കാർക്ക് അവസരമൊരുക്കും. എമിറേറ്റ്സ് ദുബായിൽ അടുത്തിടെ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഫാമായ ബസ്റ്റിക്കാനയിലെ ഇലകളും പച്ചക്കറികളും വിഭവങ്ങളുടെ ഭാഗമാകും. ദുബായിലേക്കുള്ള എമിറേറ്റ്സിന്റെ വിമാനങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് ഫസ്റ്റ് ക്ലാസ് സർവീസുകൾ എമിറേറ്റ്സ് ആരംഭിച്ചു. അത്യാഡംബരമായ ഫസ്റ്റ് ക്ലാസ് യാത്രാ അനുഭവമാണ് എമിറേറ്റ്സ് യാത്രക്കാർക്ക് നൽകാൻ ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് ഫസ്റ്റ് ക്ലാസ് സേവനം നൽകുന്ന ആദ്യത്തെ അന്താരാഷ്ട്ര വിമാന കമ്പനി കൂടിയായി ഇതോടെ എമിറേറ്റ്സ് മാറിയിരിക്കുകയാണ്. യാത്രക്കാർക്കായി തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്സ് ലിമിറ്റഡ് ഒരുക്കുന്ന പുതിയ യാത്രാ അനുഭവങ്ങളുടെ ഭാഗമായായിരുന്നു എമിറേറ്റ്സ് ഫസ്റ്റ് ക്ലാസ് സർവീസ് തുടങ്ങാനായതെന്ന് അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. അതുപോലെ കോവിഡ് വൈറസ് വ്യാപനത്തിന്റെ മുൻപുള്ളതുപോലെ ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള എല്ലാ സർവീസുകളും എമിറേറ്റ്സ് എയർലൈൻസ് വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 1 മുതൽ എമിറേറ്റ്സിന്റെ ഇന്ത്യയിലേക്കുള്ള സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നു. ഇന്ത്യയിലെ 9 നഗരങ്ങളിലേക്ക് ആഴ്ചയിൽ 170 സർവീസുകളാണ് എമിറേറ്റ്സ് നടത്തുന്നത്. കൊച്ചിയിലേക്ക് ആഴ്ചയിൽ 14ഉം തിരുവനന്തപുരത്തേക്ക് 7 സർവീസുകളും നടത്തുന്നതാണ്. മുംബൈ 35, ന്യൂഡൽഹി 28, ബംഗളൂരു 24, ചെന്നൈ 21, ഹൈദരാബാദ് 21, കൊൽക്കത്ത 11, അഹമ്മദാബാദ് 9 തുടങ്ങിയവിടങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.